മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവറുടെ പരാതിയിൽ മേയർക്കെതിരെ കേസെടുക്കേണ്ടതില്ലെന്ന് പോലീസ്. മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യദു കോടതിയിൽ ഹർജി നൽകും. വിവരങ്ങളുമായി സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സൂര്യഗായത്രി, വലിയ പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ, വിവാദങ്ങൾ, വാഗ്വാദങ്ങൾ, CCTV ദൃശ്യങ്ങൾ, ഒടുവിൽ ഇതാ വ്യവഹാരങ്ങളായി കാര്യം നീങ്ങുകയാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ ഡെവലപ്മെന്റ്സ്? അജിംഷാദ്, പുതിയ യദു കോടതിയിലേക്ക് KSRTC ഡ്രൈവറായ യദു നിയമ നടപടികൾക്കായി കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. മേയർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട കോടതിയിൽ ഹർജി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും TDSന്റെ ഭാഗത്തു നിന്നും യദുവിനെ പിന്താങ്ങിക്കൊണ്ട് ഇവിടെ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്നത്. TDSന്റെ നേതൃത്വത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ വിൻസെന്റ് MLA നേതൃത്വത്തിൽ പ്രവർത്തകർ KSRTCയുടെ ചീഫ് ഓഫീസിലേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. മനുഷ്യത്വ വിരുദ്ധമായ ഒരു നടപടിയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് MLAയുടെ ഭാഗത്തു നിന്നും അന്ന് രാത്രി യദുവിന് എതിരെ ഉണ്ടായത് എന്നാണ് TDS പ്രവർത്തകർ സമരത്തിൽ ഉന്നയിച്ച ഏറ്റവും വലിയ പരാമർശം എന്നത്. ഈ സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും യദു നൽകിയ പരാതിയിന്മേൽ കന്റോൺമെന്റ് പോലീസ് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാരോപിച്ചു തന്നെയായിരുന്നു സമരം. യൂത്ത് കോൺഗ്രസും ഇത്തരത്തിൽ കോർപ്പറേഷന് മുന്നിൽ വലിയ രീതിയിലുള്ള സമരം സംഘടിപ്പിച്ചിരുന്നു. കോർപ്പറേഷന് മുന്നിൽ മേയറുടെ ചിത്രം പതിപ്പിച്ചുകൊണ്ട് ഓവർടേക്കിംഗ് നിരോധിത മേഖല എന്ന രീതിയിൽ ഒരു വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ സമരം സംഘടിപ്പിച്ചത്. മേയർക്കെതിരെയും MLAക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും മേയർക്കെതിരെ കേസെടുക്കില്ല എന്നൊരു കാര്യത്തിൽ പോലീസ് ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. KSRTC ഡ്രൈവറുടെ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ എതിരെ കേസ് എടുക്കില്ല എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഡ്രൈവറെ തടഞ്ഞ് പോലീസിനെ അറിയിക്കുകയാണ് മേയർ അന്ന് രാത്രി ചെയ്തിട്ടുള്ളത്. കൺട്രോൾ റൂമിൽ നേരത്തെ തന്നെ വിവരം മേയർ അറിയിച്ചിരുന്നതായും വേണമെങ്കിൽ ഡ്രൈവറുടെ ആരോപണ പരാതിക്കൊപ്പം അന്വേഷിക്കാമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും രണ്ടുപേരും ഒരേ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ആ സംഭവത്തിന് ശേഷം. അതിനുശേഷം ഇത്തരത്തിൽ മേയർ KSRTCയിൽ മേയറുടെ വാഹനം KSRTC ബസ് തടഞ്ഞിട്ടില്ല എന്ന രീതിക്കായിരുന്നു പോലീസിന്റെ പിന്നീടുണ്ടായിരുന്ന വാക്കുകളൊക്കെ തന്നെ. പക്ഷെ ഇന്നലത്തെ വന്ന CCTV ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ മേയറുടെ വാഹനം KSRTC ബസ്സിനെ തടയുന്ന രീതിക്ക് വ്യക്തമാണ് ചിത്രങ്ങളൊക്കെ തന്നെ. അതിനുശേഷവും തീർച്ചയായും അത് മാത്രമല്ല അത്തരത്തിലൊരു ബസ് തടയുന്ന രീതിയിലേക്കല്ല കാര്യങ്ങൾ എത്തിയത്. അശ്ലീല ആംഗ്യം കാട്ടിയതുകൊണ്ടും റഫായി ഡ്രൈവ് ചെയ്തതുകൊണ്ടും തടഞ്ഞിട്ട് ചോദ്യം ചെയ്യുകയായിരുന്നു. അത് പോലീസിലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു എന്നായിരുന്നു ആര്യ രാജേന്ദ്രന്റെ വിശദീകരണം. അത് തന്നെ പോലീസ് അംഗീകരിക്കുകയാണ് അല്ലേ സൂര്യ? തീർച്ചയായും അജിംഷാദ്, ഈ ഒരു യദു നൽകിയ പരാതിയിന്മേൽ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ഇപ്പോഴും പോലീസിനോട് ചോദിക്കുമ്പോഴും പോലീസ് നൽകുന്ന വിശദീകരണം ഇത്തരത്തിൽ തന്നെയാണ്. ഡ്രൈവറെ തടഞ്ഞ് പോലീസിനെ അറിയിക്കുക മാത്രമാണ് മേയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യദു എടുത്ത പരാതിയിന്മേൽ മേയർക്കെതിരെയോ അല്ലെങ്കിൽ മേയർ ശരി, അത് മാത്രമല്ല യദു കോടതിയിലേക്കും നീങ്ങുകയാണ്. സൂര്യഗായത്രിയാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം